പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ, തിരുഹിതം എന്നെ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നെ ചൊരിയണമേ, തിരുഹിതം എന്നെ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നെ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, നിന്നിട്ടല്ലാതെ കടപ്പൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാത കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഫെബ്രുവരി മാസം 2-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു, അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നമ്മോട് ദൈവം പറയുകയാണ്, ദൈവം നമ്മെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. എന്നെ കേൾക്കുന്നവരെ, ഈ കേട്ട വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ അവൻ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ ലോകത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വർധനവ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ യോസെഫ് സ്വപ്നം കണ്ടു. തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ തന്നെ അവർ ഒറ്റയ്ക്കാക്കി പൊട്ടക്കിണറ്റിലിട്ടു. അവിടുന്ന് അടിമച്ചന്തയിലേക്കും അടിമച്ചന്തയിൽ നിന്ന് പൊത്തീഫറിന്റെ വീട്ടിലും പിന്നെ കാരാഗ്രഹത്തിലും. സ്വപ്നം മാത്രമാണ് കൈമുതലായി നിൽക്കുന്നത്. എന്നാൽ സ്വപ്നം കാണിച്ച, സ്വപ്നം കൊടുത്ത ദൈവം ആ കാരാഗ്രഹത്തിൽ നിന്ന് അവനെ വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിക്കുക മാത്രമല്ല, ആരാണോ തന്നെ ഒറ്റയ്ക്കാക്കിയത്, ആരാണോ തന്നെ തള്ളിയത്, അവരെയും കൂടെ ക്ഷാമകാലത്തിൽ പോഷിപ്പിക്കാൻ തക്കവണ്ണം ദൈവം തന്നെ വർദ്ധിപ്പിച്ചു, ദൈവം തന്നെ അനുഗ്രഹിച്ചു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നാം സേവിക്കുന്ന ദൈവം അബ്രഹാമിന്റെ ദൈവമാണ്. അബ്രഹാമിന്റെ ദൈവം വിളിച്ചു. അബ്രഹാമിനെ വിളിച്ച ദൈവം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമിനോട് പറഞ്ഞു, നീ എൻ്റെ വാക്കിൽ ഇറങ്ങിയാൽ ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. അബ്രഹാമിനെ വിളിച്ചിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, എൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിയാൽ നിന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് നിന്റെ പിതൃഭവനം വിട്ട് ഒറ്റയ്ക്ക് ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് നീ ഇറങ്ങിത്തിരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഏകനായ മനുഷ്യരിൽ നിന്ന് അല്ലെങ്കിൽ അബ്രഹാം എന്ന ഒറ്റ വ്യക്തിയിലൂടെ ദൈവം കാണുന്നത് വലിയൊരു സമൂഹത്തെയാണ്. ദൈവം കാണുന്നത് വലിയൊരു രാജ്യത്തെയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. നീ വിശ്വസിക്ക്, ദൈവം നിന്നെ വർദ്ധിപ്പിച്ചിരിക്കും. നീ വിശ്വസിക്ക്, നിന്റെ ഇന്നത്തെ അവസ്ഥയെ ദൈവം മാറ്റും. എൻ്റെ കർത്താവ് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. അബ്രഹാം കൊണ്ട് ഒതുങ്ങിയില്ല കേട്ടോ ആ അനുഗ്രഹം. ഇതാ ഇസഹാക്കിന്റെ സമയത്ത് അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയെ ദൈവം ഓർത്തുകൊണ്ട് പറയുകയാണ്, അബ്രഹാമിനോട്, നിന്റെ പിതാവിനോട് പറഞ്ഞ വാഗ്ദത്തം പോലെ തന്നെ നിന്നെയും ഞാൻ വർദ്ധിപ്പിക്കും, നിന്നെയും ഞാൻ അനുഗ്രഹിക്കും. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു. 13-ാമത്തെ വാക്യം, അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവനായി തീർന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, കർത്താവ് ഒരുത്തനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആ വാക്ക് കേട്ട് ആ വാക്കനുസരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയേണ്ടത്, ദൈവത്തിന്റെ ശബ്ദം കേട്ട നിന്നെ കാണുന്ന നിലയിൽ ദൈവം വർദ്ധിപ്പിച്ചിരിക്കും, കാണുന്ന നിലയിൽ നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇസഹാക്ക് വിതച്ചു, ആ ആണ്ടിൽ തന്നെ 100 മേനി കൊടുത്തു, അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് മഹാധനവനാക്കി എന്ന് പറഞ്ഞാൽ
അനുഗ്രഹം കാണുന്ന നിലയിൽ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ഒന്നുകൂടെ പറഞ്ഞാൽ, അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമാകുന്നു. 12-ാം അധ്യായത്തിൽ പറഞ്ഞപ്പോൾ 13-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ അത് വെളിപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, വാക്യത്തിനകത്തോട്ട് വരാം. ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. 2-ാമത്തെ വാക്യം, കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. 6-ാമത്തെ വാക്യം, അവർ ഒന്നിച്ചു പോകാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞും സമ്പത്ത് വളരെ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർക്കുവാൻ കഴിഞ്ഞില്ല. ഇത് അബ്രഹാമിനെയും ലോത്തിനെയും ആ ദേശത്തിന് വഹിക്കാൻ പറ്റാത്ത രീതിയിൽ അബ്രഹാമിന്റെ മേളിൽ സമ്പത്ത് വർദ്ധിച്ചു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ ഇന്ന് കാണുന്ന അനുഭവത്തിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് എൻ്റെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ദൈവം ഒരു ഭയങ്കര വർധനവ് നിന്റെ മേളിൽ ഇടുകയാണ്. വിശ്വസിക്കാമോ? യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകത്തില്ല കേട്ടോ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 3 ദിവസം തന്നോടുകൂടെ മരുഭൂമിയിലായിരുന്ന ജനത്തിന്റെ അടുക്കൽ എൻ്റെ കർത്താവ് പറയാണ്, അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉള്ളൂ. ശിഷ്യന്മാരുടെ കയ്യിൽ ആ സമയത്തുള്ളത് 5 അപ്പമാണ്. അവരുടെ നോട്ടത്തിലും ഈ പഴക്കമുള്ള 5 അപ്പം മാത്രമാണുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, എൻ്റെയും നിങ്ങളുടെ നോട്ടത്തിൽ എല്ലാം അവസാനിച്ചെന്ന് തോന്നിയാലും എൻ്റെ ദൈവത്തിൻ്റെ നോട്ടത്തിൽ അത് വർദ്ധിക്കുവാൻ പോകുന്നതാണ്. നിങ്ങളുടെ തീരുമെന്ന് പറയുന്ന എല്ലാ സാഹചര്യത്തിനകത്തും വർദ്ധിപ്പിക്കുന്ന, നിറയ്ക്കുന്ന എൻ്റെ കർത്താവ്, ഞാൻ വന്നതോ ജീവൻ തരുവാനും, സമൃദ്ധിയായ ജീവൻ, ഓവർഫ്ലോ ചെയ്യുന്ന വലിയൊരു ബ്ലെസ്സിങ്. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, എൻ്റെ പാനപാത്രമോ നിറഞ്ഞു കവിയും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ 5 അപ്പത്തെ അവൻ വർദ്ധിപ്പിക്കുകയാണ്. 5 അപ്പത്തെ അവൻ വർദ്ധിപ്പിച്ചു, ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. ശിഷ്യന്മാർ അവിടെ ഇരുന്ന പുരുഷാരത്തിന് കൊടുത്തു. അവർ തിന്ന് തൃപ്തരായി. ഈ മേഖല നോക്കിയാൽ നുറുക്കപ്പെട്ട അപ്പമാണ് വർദ്ധിച്ചത്. നിങ്ങൾ ഇന്ന് കാണുന്ന നുറുക്കത്തിന്റെ അനുഭവത്തിൽ ഇതാ ദൈവം അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറിൽ നിങ്ങളുടെ ജീവിതത്തെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. വലിയ അനുഗ്രഹമായി, അനേകർക്കൊരു ആശ്വാസമായി നിങ്ങൾ തീരുവാൻ പോകുകയാണ്. ശേഷിക്കുന്നത് 12 കൊട്ട നിറച്ചെടുത്തു. നിങ്ങളൊരു അനുഗ്രഹമായി തീരാൻ പോകുകയാണ്. നിങ്ങൾ ആ പട്ടണത്തിന്റെ, ആ ഭവനത്തിന്റെ, സഭയുടെ ശേഷിപ്പായി തീരാൻ പോകുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത പത്രോസിന്റെ പടകനെ ആഴത്തിൽ വലയിറക്കി ആ പടകനെ നിറച്ചു വർദ്ധിപ്പിച്ച കർത്താവിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ, തിബരിയാസിൽ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു രാത്രി അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിൽക്കുമ്പോൾ നേരം വെളുപ്പിനെ യേശു ചോദിച്ചു, വല്ലതും കൂട്ടുവാനുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല. വലത് സൈഡിലേക്ക് വല നീട്ടി ഇറക്കുവാൻ പറഞ്ഞു. ആ വലയിൽ പെരുത്ത 153 മീനുകൾ കയറി. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വർദ്ധിക്കാൻ പോകുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കാൻ പോകുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. മാളിക റൂമിൽ പത്രോസും കൂട്ടരും ഒതുങ്ങിയെന്ന് ലോകം പറഞ്ഞെങ്കിലും ആത്മാവ് നിറഞ്ഞവനായി എഴുന്നേറ്റെന്ന് പ്രസംഗിച്ചപ്പോൾ ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പേർ സ്നാനപ്പെടുവാനിടയായി തീർന്നു. നിങ്ങൾ വിശ്വസിച്ച ഈ മിനിറ്റിൽ വർധനവിൻ്റെ ഒരു അഭിഷേകം നിങ്ങളുടെ മേളിൽ വ്യാപരിക്കുന്നു. നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ചിലവർ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വലിയ വർധനവ് കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ അത് വിശ്വസിക്കുന്നവർ കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക് വർദ്ധിക്കട്ടെ. എൻ്റെ ജീവിതത്തിനകത്ത് ശൂന്യത എന്ന് പറഞ്ഞവർ നിറവിലേക്ക് വർദ്ധിക്കട്ടെ. കുടുംബം മുഴുവൻ അനുഗ്രഹം വെളിപ്പെട്ടു വരട്ടെ. കർത്താവേ, ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി വിശ്വസിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഈ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുവാൻ കഴിയും. വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങൾക്കും അത് അനുഗ്രഹമായിരിക്കും. നിങ്ങൾ കടന്നു വരണമേ എന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.